കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ പുതിയ പുതിയ ടോപ്പിക്ക് എവിടെ നിന്നും കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. യൂട്യൂബിൽ കൺസിസ്റ്റൻസിയും പിന്നെ നല്ല കണ്ടൻറ്റും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ യൂട്യൂബിൽ പിടിച്ചു നിന്ന് നല്ല ഗ്രോത്ത് വരാനും നമുക്ക് ഒരു ചാൻസ് കിട്ടുകയുള്ളൂ. അല്ലാതെ ആയാൽ നമ്മളുടെ ചാനൽ ഡൗൺ ആകാനും വിചാരിച്ച റിസൾട്ട് കിട്ടാതെ ഇരിക്കാനുള്ള സാഹചര്യവും വരും. ആക്റ്റീവായി യൂട്യൂബിൽ നിൽക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുക. മുമ്പോട്ട് ഗ്രോ ചെയ്യാനായിട്ട് നല്ല കണ്ടൻറ്റ് ഉറപ്പായിട്ടും ഇല്ലാതെ പറ്റില്ല. നാളെ എന്തിടും എന്ന ചിന്ത എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ട്. കണ്ടൻറ്റിൻ്റെ ക്ഷാമം എല്ലാവരെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ചില സമയം നമ്മൾക്ക് ഇഷ്ടംപോലെ ടോപ്പിക്സ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒന്നും തന്നെ ആലോചിച്ചാൽ കിട്ടാതെ ഒരു സാഹചര്യവും വരും. എന്തിടും എന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ട് തല പുണ്ണാക്കുന്ന ഒരവസ്ഥയാണ് മിക്കവാറും എല്ലാവരുടെയും കയ്യിലുള്ളത്. ഈ ഒരു ചാനലിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ടെക്നിക്കൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരു ഐഡിയ കാണും അതിനെപ്പറ്റി. അതായത് ഒരു 4-5 ഇല്ല ഒരു 10 ടോപ്പിക്ക് വരെ ഐഡിയാസ് മനസ്സിലുണ്ടാകും. അപ്പോൾ ടോപ്പിക്സിന് ക്ഷാമം വന്നാൽ നമ്മൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2-3 ദിവസം തന്നെ ഇതിൽ നിന്നും വിട്ടു നിന്നാൽ അടുത്ത ദിവസം എന്താ ഇടേണ്ടതെന്ന് ആകെ മൊത്തം നമ്മളൊരു അങ്കലാപ്പിലായിരിക്കും. അങ്ങനെ ഒരു സംശയവും വരും. അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ എന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ടോപ്പിക്സിന് ക്ഷാമം കാണില്ല. പിന്നെ നമ്മൾ ഇതേ ടോപ്പിക്ക് ചെയ്യുന്ന മറ്റുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ്, പിന്നെ നമുക്ക് ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് ഒക്കെ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരുപാട് കിടക്കുന്ന ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പലപ്പോഴും ചിന്തിക്കാറില്ല. ആളുകളുടെ സംശയങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേക്കും പിന്നെ നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ഈ യൂട്യൂബേഴ്സിൻ്റെയും മറ്റ് ക്രിയേറ്റേഴ്സിൻ്റെയും ഒക്കെ വീഡിയോസ് ചെന്ന് നോക്കിയിട്ട് അതിൽ നിന്നും ഐഡിയ കിട്ടും. പിന്നെ വരുന്ന ഒരു കാര്യം വന്നിട്ട് ഓൺലൈൻ കാറ്റഗറിയിലുള്ള ഇതേ ടോപ്പിക്സിനെ പറ്റിയിട്ട് ഒരുപാട് ന്യൂസ് വരാറുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. അവിടെ നിന്ന് നമ്മൾക്ക് കണ്ടൻറ്റിൻ്റെ ഐഡിയ കിട്ടും. ഇപ്പോൾ കുക്കിംഗ്, ബ്യൂട്ടി, ഇതൊക്കെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ഇവിടെ നിന്ന് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓൺലൈൻ ആർട്ടിക്കിൾസിൽ നിന്നും ടോപ്പിക്സ് കണ്ട് അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീഡിയോസായിട്ട് ഓരോരോ ദിവസവും അപ്ലോഡ് ചെയ്യാനും സാധിക്കും. മാത്രമല്ല യൂട്യൂബിൽ എല്ലാവർക്കും ഭയങ്കര പോപ്പുലർ ആയിട്ട് പോകുന്നവരുടെ വീഡിയോസൊക്കെ കണ്ട് അവരെ കണ്ട് അതുപോലെ ചെയ്യാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ കണ്ടൻറ്റിന് ക്ഷാമം വരും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അതിൽ സാധാരണ വീഡിയോസായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മറ്റൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് അതുപോലെ നമ്മൾ ചെയ്യാൻ പോകുമ്പോഴേക്കും എത്ര കഷ്ടപ്പെട്ടിട്ട് നല്ല ഗെറ്റപ്പിലൊക്കെ ചെയ്താലും നമുക്ക് നല്ലൊരു ഫിനിഷ് ഒന്നും കിട്ടുകയില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല ഫിനിഷ് വേണമെങ്കിൽ നമ്മൾക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, കഴിവുണ്ടോ, അത്തരത്തിലൊക്കെ വീഡിയോസൊക്കെ ഇടുക. കാരണം അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ഐഡിയാസ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ വേറെ ഒരാളെ കണ്ടിട്ട് വീഡിയോസ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു 10-15 വീഡിയോസ് വരെ മാക്സിമം ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടൻറ്റിന് ക്ഷാമം ഉണ്ടാകും. പിന്നെ എപ്പോഴും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മറ്റുള്ള ആളുടെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും സ്വന്തമായിട്ടാണെങ്കിലും ഒരു കണ്ടൻറ്റ് നമ്മൾ ഒരു രീതിയിലത്തെ കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും അത് കാണാൻ ഇഷ്ടപ്പെട്ടതും അതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള വ്യൂവേഴ്സിനായിരിക്കും സാധാരണ അവരായിരിക്കും നമുക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ കയറി ഇതൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളുടെ കണ്ടൻറ്റ് ക്ഷാമം വന്ന് വേറെ ഒരു ടോപ്പിക്കിലോട്ടൊക്കെ മാറാൻ പോയാൽ ഈ പ്രത്യേക വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന വ്യൂവേഴ്സിന് നമ്മൾ കണ്ടൻറ്റ് മാറ്റുമ്പോഴേക്കും അവർക്കത് ഇഷ്ടപ്പെടാതെ വരും. അങ്ങനെ വ്യൂസ് കുറയും, അവർ കാണാതെ വരും, ഡൗൺ ആകും ചാനൽ. അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. മാത്രമല്ല അങ്ങനെയുള്ള കണ്ടൻറ്റ്, അതായത് നമ്മൾ ഇപ്പോൾ ഒരു നമ്മളുടെ ചാനലിൽ മൊത്തം നോക്കിയിട്ട് നമ്മളുടെ 2-3 വീഡിയോസൊക്കെ വൈറലായ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് നോക്കിയിട്ട് അങ്ങനത്തെ കണ്ടൻറ്റാണ് നമ്മളുടെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതേ രീതിയിലുള്ള ടോപ്പിക്സിൽ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വ്യൂസ് കിട്ടും. അതുപോലെ ചാനലിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ധാരാളം നമുക്ക് തന്നെ കണ്ടുപിടിക്കാനും ഓർത്ത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ കണ്ടൻറ്റിൻ്റെ ടോപ്പിക്സ് ഒക്കെ കിട്ടുകയും നമുക്ക് അത് ബേസ് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുമായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊക്കെ പുതിയതായിട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ വീഡിയോസ് വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അടുത്തിടെ ഇടുന്ന ധാരാളം വീഡിയോസ് ഒരുപാട്
യൂസ്ഫുൾ ആണെന്നുള്ള കമൻസ് എനിക്ക് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസ് വഴി എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് അവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാറുള്ളതും കാര്യമൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം എല്ലാവർക്കും ഉപകാരപ്രദമാകണമെന്നുള്ള നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഇനിയും നല്ല നല്ല ടോപ്പിക്സും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടും വീഡിയോസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എന്നും രാവിലെ 9 മണിക്ക് ഈ ചാനൽ വഴി നിങ്ങളുടെ മുമ്പിലെത്തും. എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും ബൈ.